ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എഡ്യൂഹെൽപ്പ് ക്ലാസ്സസ്. മൂന്നാം ക്ലാസ്സിലെ പരിസര പഠനത്തിൽ ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തതും പഠിച്ചതും. ഒന്നാമത്തെ കാര്യം ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് പാഡി കൾട്ടിവേഷൻ, നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഒന്നാമതായി പഠിച്ചത്. രണ്ടാമതായിട്ട് പഠിക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ക്ലോത്ത് മേക്കിംഗ്, വസ്ത്രനിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് കാര്യങ്ങളും വളരെ വിശദമായി ഒന്നും കൂടെ പഠിക്കാം. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, you have now seen that there are different types of occupations in our land. അല്ലേ, നമ്മളുടെ നാട്ടിൽ പലതരത്തിലുള്ള ജോലികളിൽ ആളുകൾ ഏർപ്പെടുന്നുണ്ടെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ വീടിൻ്റെ ചുറ്റുപറ്റത്തുള്ളവർക്ക് ഒരു സർവേയിലൂടെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ഗ്രാമീണ മേഖലകളിൽ കൂടുതൽ ആളുകൾ കാർഷിക വൃത്തിയിലും തീരദേശ പ്രദേശങ്ങളിലുള്ളവരിൽ കൂടുതൽ പേരും മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടാണെന്നും നമ്മൾ കണ്ടു. അതുപോലെ ടൗണ് കേന്ദ്രീകരിച്ചാണെങ്കിൽ കൂടുതൽ ആളുകൾ ബിസിനസ് മേഖലയിലും കച്ചവടം തുടങ്ങിയ കാര്യങ്ങളാണെന്നൊക്കെ കൂട്ടുകാർ ചെയ്ത ഈ സർവേയിലൂടെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്യുപ്പേഷൻസ് ആർ എസെൻഷ്യൽ ഫോർ അസ് ടു മേക്ക് എ ലിവിങ്. ഇല്ലേ, നമുക്ക് ജീവിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജോലി ആവശ്യമാണ്. അങ്ങനെ ഒരു ജോലി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പണം ലഭിക്കുകയും അത് ഉപയോഗിച്ച് നമ്മുടെ നിത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുകയുള്ളൂ. It is when all people engage in occupations that the country develops. എല്ലാ ആളുകളും ഒന്നല്ലെങ്കിൽ മറ്റൊരു ജോലിയിൽ ഏർപ്പെടുമ്പോൾ മാത്രമാണ് നമ്മുടെ രാജ്യത്തിനും ആ വികസനങ്ങൾ ഉണ്ടാകുന്നത്. We need the service of people engaged in different occupations. വ്യത്യസ്ത ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുടെ സേവനം നമുക്ക് ജീവിക്കാൻ അത്യാവശ്യമാണ്. നമ്മുടെ ഓരോ കാര്യങ്ങളും നടപ്പിലാക്കാൻ പല ജോലികൾ ചെയ്യുന്ന ആളുകളുടെ ആവശ്യം നമുക്ക് ഉണ്ട്. Therefore, all occupations are equally important. അതുകൊണ്ട് എല്ലാ ജോലികളും ഒരേപോലെ പ്രാധാന്യമുള്ളതാണ്. തുല്യ പ്രാധാന്യം ഓരോ ജോലിക്കും ഉണ്ട്. അടുത്ത് നമുക്ക് നോക്കാം. ത്രൂ മെനി ഹാൻഡ്സ്, പലരുടെ കൈകളിലൂടെ, പല കൈകളിലൂടെയാണ് ഓരോ കാര്യങ്ങളും കടന്നു പോകുന്നത്. ഹാവ് യു സീൻ പാഡി കൾട്ടിവേഷൻ? നെൽകൃഷി ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കൂട്ടുകാരുടെ നാട്ടിൽ നെൽകൃഷിയുണ്ടോ? നിങ്ങളുടെ വീടുകളിലുണ്ടോ? നെൽകൃഷി കണ്ടിട്ടുണ്ടോ? പാടം കണ്ടിട്ടുണ്ടോ? ഹൗ ബ്യൂട്ടിഫുൾ ആർ ദ പാഡി ഫീൽഡ്സ് ഫുൾ ഓഫ് സ്റ്റോക്സ്. അല്ലേ, നെൽകൃഷി കാണാൻ എന്ത് രസമാണ്, വളരെ മനോഹരമാണ്. ആ നെൽപ്പാടങ്ങൾ കാണാൻ, അത് ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്നത് കാണാൻ വളരെ മനോഹരമാണെന്നാണ് പറയുന്നത്. ആർ ദെയർ പാഡി ഫീൽഡ്സ് ഇൻ യുവർ ലൊക്കാലിറ്റി? നിങ്ങളുടെ പ്രദേശത്ത് ഇതുപോലെ മനോഹരമായ നെൽപ്പാടങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹാവ് യു എവർ തോട്ട് ദാറ്റ് ദ റൈസ് ബ്രോട്ട് ടു അവർ സ്കൂൾസ് ഫോർ ലഞ്ച് ഈസ് ഫ്രം സച്ച് പാഡി ഫീൽഡ്സ്? നമ്മുടെ സ്കൂളുകളിലൊക്കെ ഉച്ചഭക്ഷണം നമുക്ക് ലഭിക്കുന്നുണ്ടല്ലോ. അതിനുള്ള അരി എവിടെ നിന്നാണ്, എങ്ങനെയാണ് നിങ്ങളുടെ സ്കൂളിൽ എത്തിയതെന്ന് കൂട്ടുകാർ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ആലോചിച്ചിട്ടുണ്ടോ? വാട്ട് ആർ ദ സ്റ്റേജസ് ഓഫ് പാഡി കൾട്ടിവേഷൻ? നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. വാട്ട് ആർ ദ സ്റ്റേജസ് ഓഫ് പാഡി കൾട്ടിവേഷൻ? നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. പ്രിപ്പയറിംഗ് ദ ഫീൽഡ്. ഒന്നാമത്തേത് പ്രിപ്പയറിംഗ് ദ ഫീൽഡ്, നെൽകൃഷി ചെയ്യാൻ ആവശ്യമായ ആ സ്ഥലം ഒരുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് എന്താണ്? സോയിങ് സീഡ്സ്, വിത്ത് വിതയ്ക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റേജ്. ഇവിടെ ചിത്രം നോക്കിക്കേ, പ്രിപ്പയറിംഗ് ദ ഫീൽഡ് കണ്ടോ? പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ കലപ്പ ഉപയോഗിച്ച്, കാളകളെ ഉപയോഗിച്ചാണ് നിലം ഉഴുതുമറിച്ച് കൃഷിക്ക് യോഗ്യമാക്കിയിരുന്നത്. ഇപ്പോൾ എന്താണ്? ട്രാക്ടറുകൾ ഉപയോഗിച്ചിട്ടാണ് ആ ജോലികൾ വളരെ എളുപ്പത്തിൽ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ പ്രിപ്പയറിംഗ് ദ ഫീൽഡ് കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോയിങ് സീഡ്സ്, വിത്ത് വിതയ്ക്കലാണ് രണ്ടാമത്തെ ഘട്ടം. കണ്ടോ, ഇവിടെ വിത്ത് ഇങ്ങനെ എറിഞ്ഞ് വിതയ്ക്കുന്ന ചിത്രം നമുക്ക് കാണാം. അടുത്ത സ്റ്റേജ് നോക്കിയാൽ പ്ലാന്റിംഗ് സീഡ്ലിങ്സ്, അതാണ് മൂന്നാമത്തെ ഘട്ടം.
പ്ലാന്റിംഗ് സീഡ്ലിങ്സ്, അതുപോലെ തന്നെ പ്രൊവൈഡിങ് വാട്ടർ ആൻഡ് മാന്യൂവർ. അതിനുശേഷം എന്ത് ചെയ്യണം? ആവശ്യത്തിന് വെള്ളവും വളവും കൊടുക്കണം. ദെൻ വീഡിങ്. വീഡിങ് എന്ന് പറഞ്ഞാൽ ഈ നെൽച്ചെടികൾ വളരുന്നതിനനുസരിച്ച് ഇതിനിടയിൽ കളകളുണ്ടാവും, അനാവശ്യ ചെടികളൊക്കെ കിളുത്തു വരും. അതിനെ പറിച്ചു മാറ്റുന്നതിനാണ് വീഡിങ് എന്ന് പറയുന്നത്, കള പറിക്കുക എന്ന് പറയും. നോക്കിക്കേ, ഇതാണ് നമ്മൾ കണ്ട പ്ലാന്റിങ് സീഡ്ലിങ്സ്. വിത്ത് വിതച്ച് അത് മുളച്ച് ചെറിയ സസ്യങ്ങളായിട്ട് വരും. അതിന് ഞാറ് എന്ന് പറയും. ആ ഞാറ് പറിച്ചെടുത്ത് നമ്മൾ ഒരുക്കിയ ഈ സ്ഥലങ്ങളിൽ ലൈനായിട്ട് നിരനിരയായിട്ട് നടുന്നത്. കൂട്ടുകാർ ഇവിടെ ശ്രദ്ധിച്ചേ, അതാണ് പ്ലാന്റിങ് സീഡ്ലിങ്സ്. നേരത്തെ നമ്മൾ കണ്ടു പ്രൊവൈഡിങ് വാട്ടർ ആൻഡ് മാന്യൂവർ അല്ലേ? ഇവിടെ മാന്യൂവർ വെള്ളവും എല്ലാം ആവശ്യത്തിന് കൊടുക്കുന്നുണ്ട്. അടുത്തത് വീഡിങ്. ഇതാണ് വീഡിങ്, കള പറിക്കുന്ന ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അടുത്തത് ഹാർവസ്റ്റിങ്. എന്താണ് ഹാർവസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ? വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങളിൽ നിന്നും ആ നെൽക്കതിരുകൾ കൊയ്തെടുക്കുക. കണ്ടോ, ഇവിടെ കൊയ്തെടുക്കുന്ന ചിത്രം നമുക്ക് കാണാം. ഇപ്പോൾ കൊയ്യാനും മെഷീൻസ് ഉണ്ട് അല്ലേ? മെഷീൻ ഉപയോഗിച്ച് വളരെ വേഗം നമുക്ക് നെല്ല് കൊയ്തെടുക്കാൻ സാധിക്കും. അടുത്ത സ്റ്റെപ്പാണ് ത്രഷിങ് എന്ന് പറയും. ത്രഷിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കറ്റ മെതിക്കുക. ഈ കൊയ്തെടുത്ത സാധനങ്ങൾ മെതിച്ച് അതിൽ നിന്നും അരിമണികൾ, നെല്ല് വേറെ എടുക്കുന്നതിനാണ് ത്രഷിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കറ്റ മെതിക്കൽ എന്ന് പറയും. അവസാനം നമുക്ക് ഇതേപോലെ നെല്ല് ഇങ്ങനെ കൂട്ടമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ എന്തൊക്കെയാണ് സ്റ്റേജസ് ഓഫ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത്? നിലമൊരുക്കൽ, അതിന് പ്രിപ്പയറിംഗ് ദ ഫീൽഡ്, വിത്ത് വിതയ്ക്കൽ, സോയിങ് ദ സീഡ്സ്, ഞാറ് നടീൽ, പ്ലാന്റിംഗ് ദ സീഡ്ലിങ്സ്, വെള്ളവും വളവും നൽകൽ, പ്രൊവൈഡിംഗ് വാട്ടർ ആൻഡ് മാന്യൂവർ, കളപറിക്കൽ, വീഡിങ്, നെല്ല് കൊയ്യൽ, ഹാർവസ്റ്റിംഗ്, കറ്റ മെതിക്കൽ, ത്രഷിംഗ്. ഇതാണ് നെൽകൃഷിയുടെ വിവിധ സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ സ്റ്റേജസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ പാഡി കൾട്ടിവേഷൻ. നെൽകൃഷിയെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് കൂട്ടുകാർക്ക് തയ്യാറാക്കാലോ? വളരെ എളുപ്പമാണ്. ഈ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് വിശദീകരിച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് പാഡി കൾട്ടിവേഷനെ കുറിച്ച് ഒരു ചെറിയ നോട്ട് തയ്യാറാക്കാൻ സാധിക്കും. അപ്പോൾ അത് കൂട്ടുകാർ കൃത്യമായിട്ടും ചെയ്യുക. അടുത്ത് നോക്കാം. The hard work of many more workers are required if the paddy harvested in fields should reach us in the form of rice. അല്ലേ? ഈ കൃഷി ചെയ്ത് കൊയ്തെടുത്ത് ത്രഷ് ചെയ്ത ഈ നെല്ലരികൾ നമ്മുടെ വീടുകളിൽ എത്തണമെങ്കിൽ, അരിയായിട്ട് എത്തണമെങ്കിൽ ഇനിയും കുറേ ആളുകളുടെ കൈകളിൽ കൂടെ കടന്നു പോകണം. കൊയ്തെടുത്തത് കൊണ്ട് മാത്രം അരിയായിട്ട് നമുക്ക് കടകളിലോ വീടുകളിലോ കിട്ടുമോ? ഇല്ല. Can you identify the work of the people shown in the pictures below? ഇവിടെ 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഈ 4 ചിത്രങ്ങൾ എന്തൊക്കെയാണെന്ന് കൂട്ടുകാർക്ക് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഇവിടെ നോക്കിക്കേ, നമ്മൾ നേരത്തെ ത്രഷ് ചെയ്ത നെല്ല് അളന്ന് ചാക്കിൻ്റെ അകത്തേക്ക് നിറയ്ക്കുകയാണ് അല്ലേ? അതിനെന്ത് പേര് പറയാം? മെഷറിങ് ആൻഡ് പാക്കിങ് അല്ലേ? അളന്ന് ചാക്കുകളിലേക്ക് നിറച്ചു വെക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ നിറയ്ക്കുന്നത്? അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് നെല്ല് കുത്തുന്ന ഒരു മെഷീനാണ് അല്ലേ? നെല്ല് ഈ ചാക്കിൽ അളന്ന് കെട്ടിയിരിക്കുന്ന നെല്ല് ഇതിനകത്തേക്ക് ഇട്ട് ഈ മെഷീനിലൂടെ അതിൻ്റെ തോട്, ഉമ്മി ഇതെല്ലാം കളഞ്ഞ് അരിയാക്കി മാറ്റിയെടുക്കുന്ന പ്രവർത്തനമാണ് ഈ മെഷീനിൽ നടക്കുന്നത്. അതിന് ഹസ്കിങ് എന്ന് പറയും. അതായത് അതിൻ്റെ തോട് വേർതിരിക്കുക, ഉമി വേർതിരിച്ച് കളയുക, അരിയാക്കി മാറ്റുന്ന പ്രവർത്തനം. അടുത്ത് നോക്കിക്കേ, എന്താണ്? ചാക്കുകൾ വണ്ടിയിലേക്ക് കയറ്റുകയാണ് അല്ലേ? ഇവിടെ അരിയാക്കി മാറ്റിയ നെല്ലുകൾ എന്താണ്? ചാക്കിൽ കെട്ടി ലോഡ് ചെയ്യുകയാണ്. ലോഡിങ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് അതിന് പറയാം. അത് എവിടെയാണ് എത്തുന്നത്? നമ്മളൊക്കെ റേഷൻ കടകൾ അല്ലേ? സിവിൽ സപ്ലൈസിൻ്റെയും വലിയ വലിയ ഗോഡൗണിലേക്ക് എത്തും. അവിടെ നിന്ന് ചെറിയ ചെറിയ കടകളിലേക്കും റേഷൻ കടകളിലേക്കുമൊക്കെ എത്തുകയാണ്. അവിടെ നിന്നാണ് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നത് അല്ലേ? അതിന് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. വിതരണ കേന്ദ്രങ്ങളിലേക്ക് എത്തും. ഇത് റേഷൻ കടയാണ്, സർക്കാരിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സെൻ്ററാണ് ഇത്, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ വീണ്ടും പല ആളുകളുടെ കൈകളിൽ കൂടെ പോയാണ് നമ്മൾ ആഹാരമായി, ചോറായി കഴിക്കുന്ന അരി നമുക്ക് വീടുകളിൽ എത്തുന്നത്. ഓക്കെ,
നോക്കിക്കേ, അളന്ന് ചാക്കിൽ നിറയ്ക്കുന്നു, മെഷറിംഗ് ആൻഡ് പേക്കിംഗ്. അടുത്ത് അതിൻ്റെ തോല് കളയുന്നു, ഹസ്കിംഗ്. കയറ്റി അയക്കാൻ, ലോഡിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. വിതരണം ചെയ്യൽ, ഡിസ്ട്രിബ്യൂഷൻ. Similarly, clothes too reach us as a result of the hard work of several people. ഈ അരി പോലെ തന്നെ നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളുണ്ടല്ലോ, ഷർട്ടും പാൻറ്റും സാരിയും ചുരിദാർ ജീൻസ് ബെഡ്ഷീറ്റുകൾ, ഇതെല്ലാം ഇതുപോലെ പല ആളുകളുടെ കൈകളിൽ കൂടെ കടന്ന് പല സ്റ്റേജുകളിലൂടെ കടന്നാണ് വസ്ത്രമായിട്ട് നമ്മുടെ കൈകളിലെത്തുന്നത്. ഫ്രം സെപ്പറേറ്റിംഗ് കോട്ടൺ ഫ്രം കോട്ടൺ ബോൾ to dyeing cloth and taking them to shops, cloth making involves many stages. അതായത് പരുത്തി കൃഷി ചെയ്യുന്നത് മുതൽ വസ്ത്രമായി നമ്മുടെ കൈകളിൽ എത്തുന്നത് വരെ പല ഘട്ടങ്ങളിലൂടെയും പല ആളുകളുടെയും കൈകളിലൂടെ കടന്നാണ് ഇത് പൂർത്തിയാകുന്നത്. How many hands have joined to work to make my dress? നോക്കിക്കേ, ഒരു പെൺകൊച്ച് ആലോചിക്കുകയാണ്, എൻ്റെ ഈ ഡ്രസ്സ് ഉണ്ടാക്കാൻ വേണ്ടി എത്ര ആളുകൾ പരിശ്രമിച്ചിട്ടുണ്ടാവും, എത്ര ആളുകളുടെ കൈകളിൽ കൂടിയായിരിക്കും ഇത് കടന്നു പോയിട്ടുണ്ടാവുക. ഈച്ച് പ്രോഡക്റ്റ് വി യൂസ് ഇൻ ഡേ ടു ഡേ ലൈഫ് പാസസ് ത്രൂ ഡിഫറെൻറ്റ് ഓക്യുപ്പേഷണൽ ഫീൽഡ്സ്. പലതരത്തിലുള്ള ജോലിക്കാരുടെ കൈകളിലൂടെ കടന്നുപോയാണ് നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ പ്രോഡക്റ്റും ഓരോ വസ്തുവും പൂർത്തിയാകുന്നത്. കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ? ഓക്കെ, ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഒരു വസ്ത്രനിർമ്മാണത്തിൻ്റെ ഘട്ടങ്ങൾ ഏതെല്ലാം? വാട്ട് ആർ ദി സ്റ്റേജസ് ഓഫ് ക്ലോത്ത് മേക്കിംഗ്? നമ്മൾ നേരത്തെ പാഡി കൾട്ടിവേഷൻ്റെ സ്റ്റേജസ് എന്തൊക്കെയാണെന്ന് കണ്ടു. സിമിലർലി അതുപോലെ തന്നെ വാട്ട് ആർ ദി സ്റ്റേജസ് ഓഫ് ക്ലോത്ത് മേക്കിംഗ്? ഒരു വസ്ത്രനിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയായിരിക്കും നോക്കാം. ഇവിടെ കുറേ സ്റ്റെപ്സ് തന്നിട്ടുണ്ട്. കോട്ടൺ കൾട്ടിവേഷൻ, പരുത്തി കൃഷി. മിക്സിംഗ് ഡൈസ്, ചായം മുക്കൽ. സ്പിന്നിങ് കോട്ടൺ, പഞ്ഞി നൂലാക്കൽ. സ്റ്റിച്ചിങ് ഗാർമെൻറ്റ്സ്, വസ്ത്രം തയ്ക്കൽ. വീവിംഗ് ക്ലോത്ത്, വസ്ത്രം നെയ്യൽ. ടെക്സ്റ്റൈൽ ബിസിനസ്, തുണി കച്ചവടം. കളക്റ്റിംഗ് കോട്ടൺ, പഞ്ഞി ശേഖരിക്കൽ. ഇതൊക്കെയാണ് ഒരു ഡ്രസ് മേക്കിംഗ് വിവിധ സ്റ്റേജസ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന ഈ ഘട്ടങ്ങളൊന്നും ശരിയായ ക്രമത്തിലല്ല തന്നിരിക്കുന്നത്. ക്രമം മാറ്റിയാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ ശരിയായ ഒരു ക്രമത്തിലേക്ക് മാറ്റാൻ സാധിക്കുമോ? അറേഞ്ച് ദ സ്റ്റേജസ് ഓഫ് ക്ലോത്ത് മേക്കിംഗ് ഇൻ ദ പ്രോപ്പർ ഓർഡർ. നമുക്കൊരു വർക്ക് തന്നിരിക്കുകയാണ്. ഇവിടെ തന്നിരിക്കുന്ന ക്ലോത്ത് മേക്കിങ്ങിൻ്റെ വിവിധ സ്റ്റേജസിനെ, ഘട്ടങ്ങളെ അതിൻ്റെ ക്രമത്തിനനുസരിച്ച് ഒന്ന് അറേഞ്ച് ചെയ്യണം. അറേഞ്ച് ദ സ്റ്റേജസ് ഓഫ് ക്ലോത്ത് മേക്കിംഗ് ഇൻ ദ പ്രോപ്പർ ഓർഡർ. നമുക്ക് നോക്കാം അതെങ്ങനെയായിരിക്കും. ഒന്നാമത്തേതാണ് കോട്ടൺ കൾട്ടിവേഷൻ, അതായത് പരുത്തി കൃഷി. ഇതാണ് കോട്ടൺ എന്ന് പറയുന്ന സാധനം. ഇതിങ്ങനെ നമ്മൾ കൃഷി ചെയ്യുന്ന ഒരു ചെടിയാണ്. ഈ ചെടിയിൽ ഒരു കായ ഉണ്ടാവും. ആ കായയുടെ ഉള്ളിലാണ് നമ്മൾ കാണുന്ന പഞ്ഞി എന്ന് പറയുന്ന സാധനം. ഇതിന് നമ്മൾ പഞ്ഞി എന്നാണ് മലയാളത്തിൽ പറയുക. അതായത് പരുത്തി കൃഷി. കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ അറിയില്ല, നമ്മുടെ ഇവിടെയൊക്കെ അപൂർവമാണ്. നോർത്ത് ഇന്ത്യൻ സൈഡുകളിൽ ഇത് ധാരാളമായിട്ട് കാണാറുണ്ട്. അപ്പോൾ കോട്ടൺ കൾട്ടിവേഷൻ, പരുത്തി കൃഷി, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ്. നെക്സ്റ്റ് കളക്റ്റിംഗ് കോട്ടൺ, പഞ്ഞി ശേഖരിക്കൽ, അതാണ് രണ്ടാമത്തെ സ്റ്റേജ്. നോക്കിക്കേ, ഈ ചെടിയിലുണ്ടാകുന്ന കായ് ഉണങ്ങിക്കഴിയുമ്പോൾ അത് പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്നും നമ്മൾ പഞ്ഞി ശേഖരിച്ചെടുക്കുകയാണ്. കളക്റ്റിംഗ് കോട്ടൺ, പഞ്ഞി ശേഖരിക്കൽ, ദാറ്റ് ഈസ് ദ സെക്കൻഡ് സ്റ്റേജ്. ദെൻ സ്പിന്നിങ് കോട്ടൺ, ഈ കോട്ടണെ പഞ്ഞിയെ നമ്മൾ നൂലാക്കി മാറ്റുന്നു, ദാറ്റ് ഈസ് ദ തേർഡ് സ്റ്റേജ്. ഇതൊരു മിഷണറിയാണ്. ആ കോട്ടൺ എല്ലാം കൂടെ ചേർത്ത് അതിനെ വലിയ നൂലുകളാക്കി ഇങ്ങനെ മാറ്റിയെടുക്കുകയാണ്. അടുത്തത് മിക്സിംഗ് ഡൈസ്, അതായത് ചായം മുക്കൽ. അപ്പം നമ്മളിപ്പോൾ നൂലാക്കി മാറ്റി. ആ നൂലാക്കി മാറ്റിയതിന് നമ്മൾ എന്ത് ചെയ്യണം? ചായം കൊടുക്കണം, കളർ കൊടുക്കണം. പലതരത്തിലുള്ള നൂലുകളാക്കി അതിനെ മാറ്റുകയാണ്. പച്ച, നീല, മഞ്ഞ, ചുമപ്പ്, വയലറ്റ്, ഇങ്ങനെ പല നിറങ്ങളുള്ള നൂലുകളാക്കി മാറ്റാൻ വേണ്ടി ഇവന്ന് ചായം കൊടുക്കുകയാണ്, കളർ കൊടുക്കുകയാണ്. അടുത്തത് വീവിംഗ് ക്ലോത്ത്, ഇങ്ങനെ ആക്കിയ നൂലുകൾ ഉപയോഗിച്ച് നമ്മൾ വസ്ത്രങ്ങൾ ഉണ്ടാക്കുകയാണ്. നോക്കിക്കേ,
ഇത് തറി ഉപയോഗിച്ച് ഇതിൽ നൂലുകൾ ഉപയോഗിച്ച് തുണി ഉണ്ടാക്കിയെടുക്കുകയാണ്. വലിയ വലിയ തുണികൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. വീവിങ് ക്ലോത്ത്, അതാണ് അടുത്ത സ്റ്റേജ്. അടുത്തത് സ്റ്റിച്ചിങ് ഗാർമെൻറ്റ്സ്, വസ്ത്രം തയ്ക്കൽ. ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത തുണി ഉപയോഗിച്ച് ഫാക്ടറികളിൽ തയ്യൽ മെഷീൻ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. പലതരത്തിലുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു. അടുത്തത് ടെക്സ്റ്റൈൽ ബിസിനസ്, തുണി കച്ചവടം. ഇങ്ങനെ ഉണ്ടാക്കുന്ന വിവിധ ഡ്രസ്സുകൾ നമുക്ക് തുണിയായിട്ട്, അതിൽ പലതരത്തിലുള്ള ഡ്രസ്സുകളായിട്ട്, പാൻറ്റായിട്ട്, റെഡിമെയ്ഡ് പാൻറ്റ്, ഷർട്ട്, ജീൻസ്, ചുരിദാർ, ടോപ്പ്, സാരി, ഇങ്ങനെ പലതരത്തിലുള്ള വസ്ത്രങ്ങളായിട്ട് നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതാണ് ഒരു ക്ലോത്ത് മേക്കിംഗ്, തുണി നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. കോട്ടൺ കൾട്ടിവേഷൻ, കളക്ടിങ് കോട്ടൺ, സ്പിന്നിങ് കോട്ടൺ, മിക്സിംഗ് ഡൈസ്, വീവിംഗ് ക്ലോത്ത്സ്, സ്റ്റിച്ചിങ് ഗാർമെൻറ്റ്സ് ആൻഡ് ടെക്സ്റ്റൈൽ ബിസിനസ്. അപ്പോൾ കൂട്ടുകാർക്ക് ഇതും കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, വെരി ഗുഡ്.